ശരി, ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ശ്യാംകുമാർ, ഇവിടെ നമ്മൾ ഇന്നലെ ഈ ചർച്ചയിൽ ഏറെ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം പ്രാഥമിക വിവരങ്ങൾ വരുമ്പോൾ വലിയ ദുരൂഹതകളില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇനിയും പരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട്. തങ്ങൾ പറഞ്ഞതൊക്കെ സത്യമെന്ന് തെളിയുന്നു എന്ന് ആ കുടുംബം പറയുന്നു. ഇതിപ്പോൾ ഒരു വൻ വിജയമായി ആഘോഷിക്കാൻ അല്ലെങ്കിൽ ആചരിക്കാനൊക്കെയുള്ള തീരുമാനങ്ങൾ ഹിന്ദു സംഘടനകൾ എടുക്കുകയാണ്. ഇതുവരെ നടന്നതിനേക്കാൾ വലിയൊരു സമാധി ഒരുക്കുകയാണ്. ഇന്നലെ വരെ പറഞ്ഞത് ആളുകൾ കണ്ടാൽ ശരീരം വെട്ടിമുറിച്ചാൽ അത് സമാധിയാകില്ല എന്നായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. നാളെ ഇനി അത് മഹാസമാധിയായി മാറുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. ഇതൊരു തിരിഞ്ഞു നടത്തമാണോ കാലത്തിൻ്റെത്? ഇനി ഇതൊരു ട്രെൻഡ് ആവാൻ സാധ്യതയുണ്ടോ കേരളത്തിൽ? ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ പരിശോധിക്കാതെ, ആ വിഷയങ്ങളെ പരിഗണിക്കാതെ മറ്റു ചില കാര്യങ്ങളിലേക്ക് വഴിതെറ്റിപ്പോകുന്നത് ശരിയല്ല എന്നൊരു നിരീക്ഷണമാണ് എനിക്കുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പോലീസും നീതിന്യായ വ്യവസ്ഥയും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം, അതിന്റെ പരിശോധനകൾ, അതിന്റെ റിപ്പോർട്ടും, അതിന്റെ മറ്റു നടപടിക്രമങ്ങളും, ആന്തരിക അവയവങ്ങളുടെ പരിശോധനകളുടെ റിസൾട്ടും ഒക്കെ വരാനിരിക്കുന്നു. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ അത് വെളിപ്പെടുത്തേണ്ടതായിട്ടിരിക്കുമ്പോൾ പറഞ്ഞതെല്ലാം സത്യം എന്ന് തെളിഞ്ഞു എന്ന് പറയുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാല്, ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ആ കുറ്റകൃത്യത്തെ സമാധി എന്ന് പറഞ്ഞ് മൂടിവെക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കേരളത്തില് പലതരത്തിലുള്ള സന്യാസ മഠങ്ങളുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ശിവഗിരി മഠമുണ്ട്, രാമകൃഷ്ണ മഠമുണ്ട്. കഴിഞ്ഞ ദിവസം ആശ്രമത്തിലൊരു സന്യാസി സമാധി അടഞ്ഞു. ഇവിടെ സമാധി അടയുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ സമാധി അടയുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, പൊതുവെ സന്യാസിമാര് മരണപ്പെട്ട് കഴിയുമ്പോൾ അവിടെ സമാധി ഇരുത്തുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന്റെ പേരാണ് സമാധി എന്ന് പറയുന്ന ചടങ്ങ്. പൊതുവെ നമ്മൾ അല്ലാതെ സമാധി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പതഞ്ജലിയുടെ യോഗസൂത്രം മുതലായ ഗ്രന്ഥങ്ങൾ സമാധി എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. സവികല്പ സമാധി, നിർവികല്പ സമാധി മുതലായ സമാധികളെ വിശദീകരിക്കുന്നുണ്ട്. ആ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇഹലോകത്തോടുള്ള താല്പര്യങ്ങളെല്ലാം തന്നെ വെടിഞ്ഞ് ഒരു മനസ്സും ശരീരവും ഒക്കെ തന്നെ പരമാത്മാവിൽ ലയിക്കുക എന്ന് പറയുന്ന സങ്കല്പമാണ്. അത് ഇഹലോക വിരക്തിയാണ്. അത് മരിക്കുക എന്ന് പറയുന്ന സങ്കല്പം അവിടെ വിശദീകരിക്കപ്പെടുന്നതേയില്ല. അപ്പൊ കാര്യം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഈ സമാധി എന്ന് പറയുന്നത് അതിന്റെ അനുഷ്ഠാനത്തെയും സങ്കല്പത്തെയും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വളരെ സങ്കീർണമാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെയും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ധാരാളം സന്യാസം അടങ്ങുകൊണ്ട് അവിടെയൊക്കെ ആളുകൾ സമാധി ഇരുത്തൽ ചടങ്ങ് നടക്കുന്നുണ്ട്. അവിടെ ഒന്നും സ്റ്റേറ്റ് ഇടപെടുന്നില്ലല്ലോ. കാരണം എന്താണ് സ്റ്റേറ്റ് ഇടപെടാത്തത്? വളരെ കൃത്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇവിടെ സംഭവിച്ച പ്രശ്നം എന്താണ്? ഇവിടെ എന്തുകൊണ്ടാണ് സ്റ്റേറ്റിന് ഇടപെടേണ്ടി വന്നത്? നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇടപെടേണ്ടി വന്നത് എന്താണ് എന്നുള്ള പ്രശ്നം മറച്ചു വെക്കപ്പെടുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ വിഷയം. ഇവിടെ നമുക്ക് കുറ്റകൃത്യം എന്താണ്? ഇവിടെ അദ്ദേഹം സമാധി അടഞ്ഞോ, അദ്ദേഹത്തിന്റെ മരണത്തെ സമാധി എന്ന് വിളിക്കുകയോ മഹാസമാധിയായിട്ട് അത് ആചരിക്കുകയൊക്കെ തന്നെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അത് ചെയ്യട്ടെ. അതില് നമ്മൾ മറ്റ് ആരും ഇടപെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മൾ മഹാസമാധിയായിട്ട് ഇരുത്താനോ സമാധിയായിട്ട് ആദരിക്കാനോ ഒക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഹൈക്കോടതി പറഞ്ഞത് മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും എന്നാണല്ലോ കോടതി പറഞ്ഞത്. എന്താണ് അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്? അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് സ്റ്റേറ്റിന് അറിഞ്ഞുകൂടാ. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് സ്റ്റേറ്റ് പരിശോധിക്കേണ്ടത് ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം ഈ പറയുന്ന സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്താൽ ആർക്കും ഒരു പ്രശ്നമില്ല. കേരളത്തിൽ പല സ്ഥലത്തും ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ സമാധി ഇരുത്തൽ ചടങ്ങ് നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് തന്നെ നടന്നു പോകും. അപ്പോ അസ്വാഭാവികമായ ഒരു പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്ത് നടന്നതുകൊണ്ടാണ് ഈ വിധമുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അല്ലെങ്കിൽ ഈ വളരെ സ്വാഭാവികമായ രീതിയിൽ അദ്ദേഹത്തിന്റെ മരണം അതിനെ സമാധി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ വിളിച്ചോട്ടെ. പക്ഷെ അത് എന്തു തന്നെയായാലും അത് സ്റ്റേറ്റ് അറിയണമെന്നുണ്ടല്ലോ. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടെ സൂചിപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടന മനുഷ്യരെ സമാധിയാക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന ഒരാളിപ്പോ സമാധിയായെന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്റ്റേറ്റിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?
കാരണം ഭരണഘടന അനുസരിച്ച് നിയമ ന്യായ വ്യവസ്ഥ അനുസരിച്ച് മരണം റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് മരിച്ചത് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്, എങ്ങനെയാണ് അന്തരിച്ചത് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രക്രിയ എല്ലാം നടക്കുന്നത്. അത് അദ്ദേഹത്തെ അപമാനിച്ചതല്ല, അദ്ദേഹത്തിന്റെ പൗരാവകാശത്തെ ഉറപ്പുവരുത്തിയതാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കേരളത്തിന്റെ മഹാനായ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ സമാധിയെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, മഹാന്മാരായ ആളുകൾ മരിക്കുമ്പോൾ, അന്തരിക്കുമ്പോൾ അവർ ചത്തു എന്ന് പറയുന്നതിന് പകരം, മരിച്ചു എന്ന് പറയുന്നതിന് പകരം സമാധി അടങ്ങി എന്ന് പറഞ്ഞാലും അവർ അന്തരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് എന്ത് പേരിൽ വിളിച്ചാലും മരണം എന്ന് പറയുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണല്ലോ, അത് നമ്മൾ അംഗീകരിക്കണം. അതിനെ സമാധിയെന്നോ മഹാസമാധിയെന്നോ വിശ്വാസ സമൂഹം എങ്ങനെയും വിളിച്ചോട്ടെ. തീർച്ചയായും ഇവിടെ വളരെ സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ ആ മരണം സംഭവിച്ചു, അത് ആരെയും അറിയിക്കാതെ മൂടിവെക്കപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് ഒരു പരാതി ഉണ്ടാകുന്നതും ഈ നിലവരെ കാര്യങ്ങൾ എത്തിയതും. ശ്രീ ശ്യാംകുമാർ, താങ്കൾ എന്തോ പറയണമെന്ന് സൂചിപ്പിച്ചു വളരെ പെട്ടെന്ന്. അല്ല, ക്ഷമിക്കണം ശ്രീ ഗിരീഷ്, ക്ഷമിക്കണം, ഇനി പേര് മാറിപ്പോയി. ഗിരീഷ്, അതായത് ഇവിടെ സംസാരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ സമാധിയെക്കുറിച്ചുള്ള പെർവേർട്ടഡ് വെർഷനാണ് പറഞ്ഞത്. ഞാനൊരു ലായറാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സമാധി കൊടുത്ത് നിരോധിച്ചിട്ടില്ല. മാത്രമല്ല ആ പോയിന്റിലേക്ക് വരെയാണ്. ആത്മീയമായിട്ടുള്ള അന്തരീക്ഷത്തിന് ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന ഒരു ഭരണഘടനയാണ് ഭാരതം. കാരണം ഈ ആത്മീയതയുടെ നാടാണ് ഭാരതം. ഇനി റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് കറക്റ്റ്. എന്തുകൊണ്ട് ഹൈക്കോടതി ഈ ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് അവിടെ ഹാജരായ അഡ്വക്കേറ്റ് പറയാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ഇപ്പോഴും അതിശയിക്കുകയാണ്. ഈ 9-ാം തീയതിയാണ് ഈ സമാധി നടക്കുന്നത്. ഇവിടെ നിയമം അനുശാസിക്കുന്ന വിധത്തിലാണെങ്കിൽ 7 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്താൽ മതി. 7ാമത്തെ ദിവസം ഇന്നാണ്. കോടതി ചോദിക്കുന്നത് ഇന്നലെയോ മെനയോ എന്നാണ് ചോദിക്കുന്നത്. ആ ലായർ പറയണമായിരുന്നു ഇത് ഇത്ര തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. ആൾറെഡി അപേക്ഷിച്ചു കഴിഞ്ഞു, അതിന്റെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്, കിട്ടുന്ന മുറയ്ക്ക് ഹാജരാക്കാം. മരണം എങ്ങനെ നടന്നു എന്നുള്ളത് അവരെ ധരിപ്പിക്കണമല്ലോ. മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ധരിപ്പിക്കണമല്ലോ. അല്ല, അത് പിന്നീടുള്ള വിഷയമല്ലേ. ആ മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചിട്ടുണ്ട്, ആ മരണത്തിന് ഹാജരായിക്കൊള്ളാമെന്ന് കോടതി പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു സമയം കൊടുത്തുകൊണ്ട് അച്ഛൻ വന്നിരുന്ന് കർപ്പൂരമിട്ട് കല്ലെടുത്ത് വെച്ച് അടച്ചു എന്ന് പറഞ്ഞ മരണ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് കോടതി പറഞ്ഞ കാര്യമാണ്, കോടതിയിൽ ഇനി ധരിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക്